ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ ഒന്ന് നമുക്ക് അടയായിരുന്നു കേട്ടോ, ഗോതമ്പിൻ്റെ അടയായിരുന്നു. അങ്ങനെ അടയൊക്കെ കഴിച്ചിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ മല്ലികൊക്കെ ദേ അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 ചേഞ്ച് കളറായിട്ട് തന്നെ ഉണ്ട്. നമ്മുടെ ഇതളുകൾക്ക് തന്നെ പല വ്യത്യാസങ്ങളായിട്ടാണ് നമ്മളിവിടെ മല്ലികൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ അധികം വെറൈറ്റി ആയിട്ടുള്ള വിത്തുകളൊന്നും ഇട്ടിട്ടില്ല, ഇതിൽ നിന്ന് തന്നെ ചേഞ്ച് ആയിട്ട് വരുന്നതാണ് ഇതൊക്കെ. പിന്നെ നമ്മുടെ തോട്ടത്തിൽ പോയപ്പോഴാണ് കേട്ടോ അത്യാവശ്യം കുറേ പച്ചമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ കറിക്ക് ഏതായാലും കാച്ചാന്ന് വിചാരിച്ച് കുറച്ച് പച്ചമുളകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ അമരപ്പയറും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഉച്ചയ്ക്ക് അത് കറിയാക്കാമെന്ന് വിചാരിച്ചത് അമരപ്പയറും ഒന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് കേട്ടോ. നമ്മളധികം വേറെ വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ ഉണ്ടാവുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് നന്നായി കഴുകിയെടുക്കാം കേട്ടോ. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറേ പ്രാവശ്യം ഒന്ന് തിരുമ്മി ഒന്ന് കഴുകിയൊക്കെ എടുത്ത് അതിൻ്റെ സൈഡിലുള്ള ഞാരൊക്കെ ഒന്ന് കളഞ്ഞ് ഉള്ളിലൊക്കെ കേടൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നമ്മുടെ വീട്ടിലുണ്ടായതായാലും പ്രാണികളൊക്കെ വന്നിരിക്കുന്നതല്ലേ, അപ്പോൾ ഉള്ളിലൊക്കെ കേടുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനത്തെ പയറിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കേടുകളൊക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കളഞ്ഞത് നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ എത്ര ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വെജിറ്റബിൾസിനൊക്കെ. പിന്നെ ഉച്ചക്കേൽക്ക് ഇതേ മീനുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അയലുണ്ടായിരുന്നു, അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ചെറിയ പീസുകളാക്കിയിട്ടാട്ടോ ഞങ്ങൾ വറുത്തെടുക്കുക. കാരണം എല്ലാവർക്കും നല്ലപോലെ മൊരിഞ്ഞ് കഴിക്കുന്നതാണ് ഇഷ്ടം. അതാണ് നല്ലപോലെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചത്. ചെറുതാക്കിയിട്ടാണ് ഞങ്ങളവിടെ അരിയുക. അതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ അയലൊക്കെ ഫ്രൈ ചെയ്ത് അതിന് ശേഷം നമ്മൾ ഊണൊക്കെ കഴിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള അമരപ്പയറിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അമരപ്പയർ തോരൻ കുറച്ച് നാളികേരമൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ മീൻ കുറച്ച് നേരം എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്ത് ഊണൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കൊരു ടോപ്പ് ഒന്ന് തുന്നാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുമല്ലോ എന്തായാലും. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വൈകുന്നേരം ആയപ്പോൾ എല്ലാ ദിവസവും പുറത്തിറങ്ങുന്നതാണ്. അങ്ങനെ നമ്മുടെ പനിക്കൂർക്കൊക്കെ ഇത് നല്ലപോലെ വലുതായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ജലദോഷമോ അതുപോലെ തന്നെ പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആദ്യം നമ്മുടെ പനിക്കൂർക്കയും തുളസിയിലൊക്കെ എടുത്തേക്കാണ് പോവുക. അപ്പോൾ ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ പകുതി ഒരു ആശ്വാസമാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണല്ലോ. അങ്ങനെ അത് നമ്മൾ ഇതിന് മാറ്റി വെക്കും. നമ്മൾ പല ചട്ടികളിലായിട്ട് മാറ്റി വെച്ചിട്ടാണ് വളർത്തുന്നത്. പിന്നെ നമ്മൾ നേരെ നമ്മുടെ പൂന്തോട്ടത്തേക്കായിട്ട് പോയത്. നമ്മുടെ സീനിക്കയും അതുപോലെ തന്നെ കാശിത്തുമ്പൊക്കെ നല്ലപോലെ പൂവിട്ടിട്ടുണ്ട്. നമ്മൾ നിലത്ത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടിട്ടല്ല വെച്ച് കൊടുക്കുന്നത്. നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെച്ച് കൊടുത്താൽ മതി. അതുപോലെ നല്ല തഴച്ച് വളർന്നു വരും കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ചെടി മേടിച്ച് വയ്ക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ചെടികളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിൻ്റെ ഫ്ലവർ അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സീഡൊക്കെ ഇട്ട് മുളപ്പിച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല പൂക്കളുണ്ടാവും. പിന്നെ നമ്മുടെ അടീനിയും കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ പൂവിട്ടിട്ടുള്ളത്. നമ്മളങ്ങനെ പൂവിടലുണ്ടായില്ല. ഇപ്പോഴേ നല്ലപോലെ പൂവായി വിത്തുമായിട്ടുണ്ട് തമ്മിൽ. പിന്നെ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ അയിനിച്ചക്കനെ കാണുന്നത്. താഴെ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം മൂത്തിട്ടില്ല, ഇപ്പോൾ വിരിഞ്ഞ് വന്നിട്ടുള്ളൂ കേട്ടോ. കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ രാത്രിയിലേക്ക് ഇനി ചോറൊന്നും വെക്കാൻ നിന്നില്ല. നമ്മുടെ ചപ്പാത്തിയും അതുപോലെ തന്നെ കടലക്കറിയായിരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ.